അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 47-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ആയത്തിനെ കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും അവിശ്വസിക്കുകയും ആളുകളെ തടയുകയും ചെയ്യുന്നവരുടെ അവനവരുടെ പ്രവൃത്തികളെ പാഴാക്കുന്നു എന്ന്. അള്ളാഹുവിലും അവൻ്റെ ദൂതനിലുമുള്ള വിശ്വാസം നിരസ്കരിക്കുകയും മറ്റുള്ളവർ ഇസ്ലാം സ്വീകരിക്കുന്നത് തടയാൻ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തവരെയാണ് ഈ വാക്യം സൂചിപ്പിക്കുന്നത്. ഈ വ്യക്തികൾ സ്വയം അവിശ്വസിക്കുക മാത്രമല്ല, മാർഗനിർദ്ദേശം തേടുന്നവരുടെ പാതയിൽ തടസ്സങ്ങളായി വർത്തിക്കുകയും ചെയ്തു. അവരുടെ അവിശ്വാസവും എതിർപ്പും കാരണം അള്ളാഹു അവരെ എല്ലാ സൽക്കർമ്മങ്ങളും നിഷ്ഫലമാക്കി. അത്തരം വ്യക്തികൾ ദാനം, ദയ, ദരിദ്രരെ സഹായിക്കൽ തുടങ്ങിയ നല്ല പ്രവൃത്തികൾ ചെയ്താലും അവരുടെ വിശ്വാസക്കുറവ് കാരണം ഈ പ്രവൃത്തികൾക്ക് പരലോകത്ത് ഒരു രക്ഷയുമില്ല. അവരുടെ അവിശ്വാസം അവർ ചെയ്ത ഏതൊരു ലൗകിക നന്മയെയും അസാധുവാക്കുന്നു. കാരണം അള്ളാഹുവിലുള്ള വിശ്വാസമില്ലായ്മ തന്നെ. സത്യം വ്യക്തമാക്കി കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്നതിൻ്റെ അപകടത്തെക്കുറിച്ച് ഈ വാക്യം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത്തരം ആളുകൾ സ്വയം നഷ്ടം വരുത്തുക മാത്രമല്ല, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ദോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. തൽഫലമായി അവർ ചെയ്ത എല്ലാത്തിനും പ്രതിഫലം മായ്ച്ചു കളഞ്ഞുകൊണ്ട് അള്ളാഹു അവരെ ശിക്ഷിക്കുന്നു. എല്ലാ സൽക്കർമ്മങ്ങളും കെട്ടിപ്പടുക്കേണ്ട അടിത്തറ ആത്മാർത്ഥമായ വിശ്വാസമാണെന്ന് ഇത് ശക്തമായി ഓർമ്മപ്പെടുത്തലായി വർദ്ധിക്കുന്നു. അതില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ സൽക്കർമ്മങ്ങൾ പോലും അർത്ഥശൂന്യമാകും. ആരെങ്കിലും ശിർക്ക് ചെയ്താൽ അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കും. അവൻ്റെ വാസസ്ഥലം നരകമായിരിക്കും. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണിത്. ആയത്തിൽ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ മാർഗം തള്ളുകയും അതിൽ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നവരുടെ പ്രവൃത്തികൾ ഒട്ടും മനസ്സിലാതാക്കുന്നു എന്ന് സന്ദേശം നൽകുന്നു. നമ്മുടെ കാര്യത്തിൽ ഇസ്ലാം വിരുദ്ധമായ ഒരു പ്രവൃത്തി ആരെങ്കിലും ചെയ്താൽ അത് നിരസിക്കപ്പെടും. മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലാണ്. ഖുർആനിൽ പറഞ്ഞതുപോലെ വിശ്വാസമില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും തെറ്റിയാൽ പ്രവൃത്തികൾ അംഗീകരിക്കപ്പെടില്ല. അതുപോലെ ഉയർന്നെഴുന്നേൽപ്പ് നാളിൽ ആദ്യം വിധി പ്രഖ്യാപിക്കപ്പെടുന്നത് രക്തസാക്ഷിയായി മരിച്ച ഒരു മനുഷ്യനായിരിക്കും. എന്നാൽ പറയപ്പെടും, നീ കള്ളം പറഞ്ഞു, അവൻ ധീരനാണെന്ന് നിന്നെക്കുറിച്ച് പറയപ്പെടാൻ വേണ്ടിയാണല്ലോ നീ അങ്ങനെ ചെയ്തത്. അങ്ങനെ പറയപ്പെട്ടു. എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് വലിച്ചിഴച്ച് തീയിലേക്ക് എറിയപ്പെടും. മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലാണ് പറയുന്നത്. ഈ ഹദീസ് വലിയ സൽപ്രവൃത്തികൾ പോലും ശുദ്ധ ഉദ്ദേശവും ഈമാനുമില്ലാതെ ചെയ്താൽ അതിന് പരലോകത്തിൽ ഫലമില്ലെന്നതിൻ്റെ ശക്തമായ തെളിവാണ്. അതും ആയത്തിനോടുള്ള ദൃഢബന്ധവുമാണ്. 1-ാമത്തെ ആയത്തിൽ പറയുന്നത് പോലെ അള്ളാഹുൽ വിശ്വാസമില്ലാതെ അള്ളാഹുവിൻ്റെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കുന്നവർ എത്ര വലിയ സൽപ്രവൃത്തികൾ ചെയ്താലും ആ പ്രവൃത്തികൾ നിഷ്ഫലമായും. ഈ ആധാരങ്ങൾ അതിനോടൊപ്പം ചേർത്ത് ആത്മീയവും വിജ്ഞാനപരവുമായ ഒരു ഉറച്ച ബോധമുണ്ടാക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.